ഹലോ. അപ്പോൾ സ്റ്റാർട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഫൈറ്റ് എടുക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. എനിക്കതിൽ നിന്ന് ഒരു കില്ല് കിട്ടി. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഇവിടെ സൈഡിലേക്ക് പുഷാക്കി. അപ്പോൾ എന്നെ ടീമേറ്റോട് നോക്കിയപ്പോൾ അവൻ്റെ നോക്ക് റിവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പെട്ടെന്ന് കിട്ടിയ ഒരു മോൾട്ടോ ചുമ്മാ വെറുതെ എടുത്തിട്ടതാ. അതിൽ എനിക്ക് 2 കില്ല് കിട്ടിയിട്ടോ. അതിൽ ഒന്നേ കൺഫേം ആയുള്ളൂ, ഒന്ന് പിന്നീട് എപ്പോഴും ചാവുകയാണ് ഉണ്ടായത്. അതുവരെ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കണ്ടായിരുന്നു. പിന്നെ ടീമേറ്റ് അടിച്ചിട്ടുള്ള ഒരുത്തനെ ഞാനിവിടെ അടിച്ചു. വീണ്ടും വേറെ ഫൈറ്റ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ടീമേറ്റ് പാവം ബ്ലൂമോൻ അവിടെ കിട്ടിയവിട്ട സാഹചര്യം ആയിരുന്നു. എന്നെ ഒരു നല്ല പ്ലെയർ കൂടെ ഉള്ളതുകൊണ്ട് ചത്തില്ല ചെയ്യാൻ. എൻ്റെ ഓരോരോ കാര്യങ്ങളും ഈ മാച്ച് എനിക്ക് അത്ര വലിയ ലാഗ് വന്നില്ല കേട്ടോ. ഇടയ്ക്ക് മറ്റേ റെക്കോർഡ് ചെയ്യണതിൻ്റെ ഒക്കെ ഒരു ഇത് വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ ഇഷ്യൂ ഉണ്ടായില്ല. പിന്നെ ബ്ലൂമോനെ തൊട്ട് കളിച്ചാൽ പിന്നെ നമ്മൾ വെറുതെ ഇടാൻ പാടില്ലല്ലോ, എന്താ ചെയ്യുക. അത് തന്നെ ഞാൻ അവനെ കുക്കുന്നു. ഇത് ശരിക്കും റിവെഞ്ച് ഫൈറ്റാണ് കേട്ടോ. കാരണം ഇവൻറ്റിൽ നമ്മൾ സ്കോഡ് ചെയ്യപ്പെട്ടവന്മാരാണ് ഇവിടെ ഇപ്പം നമ്മൾ ഫൈറ്റ് എടുക്കണേ. നമ്മൾ സ്കോഡ് ആയപ്പോൾ വീണ്ടും ആക്കിയിട്ടോ അവന്മാരെ. ഇപ്പം ശരിക്കും ഞാൻ ഒരു വലിയ പൊട്ടത്തരം ചെയ്യാനായിട്ട് പോകും കേട്ടോ. കാരണം ഞാൻ ഇവിടെ ഓപ്പൺ ലൈനൊക്കെ എടുക്കും, എന്നിട്ട് അടിക്കാനായിട്ട് നോക്കും. സ്വതവേ എങ്ങനെയാണ് എന്താവല് ചാവല് പതിവ്. എന്തോ ഭാഗ്യം ഇത് രക്ഷപ്പെട്ടു. പിന്നെ പീണതിനും കൂടെ ആയതുകൊണ്ടും അവനറിയാം ഞാൻ അത്യാവശ്യം ഡാമേജാണ്. അപ്പം ഞാൻ ഇങ്ങനെ കയറി അടിക്കുന്ന വിചാരിച്ചില്ല, അതുകൊണ്ടും രക്ഷപ്പെട്ടു ഞാൻ. അവസ്ഥ ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടോ, അവനെ എൻ്റെ സ്ക്രീനിൽ കാണാനും കൂടി ഇല്ല. എന്നിട്ട് അങ്ങനെ കയറിപ്പോയിട്ടോ നേരെ ബാക്കോട്ട് വരികയുണ്ടായത്. ഞാൻ ഫ്രണ്ടിൽ തന്നെ ചാടാൻ പോയതാ, പക്ഷെ ബാക്കോട്ടാ വന്നത്. ഞാൻ അവനെ കണ്ടിട്ടുമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഒരു വൃത്തികെട്ട ചാവലായിരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.